അപ്പോൾ എത്രമാത്രമാണ് നിയമ സംവിധാനങ്ങളുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും ഒരു കോണ്ടെക്സ്റ്റിൽ മിസ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അറിയില്ല ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുക എന്ന് നമുക്ക് പലപ്പോഴും അറിയാം. ശ്രീധരൻ നായർ സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാം പല പരിപാടികളും വെച്ച് ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാളികൾക്ക് പൊതുവെ അഭിമാനമാണ്. ബാംഗ്ലൂരിലടക്കമുള്ള മേഖലയിൽ ഇദ്ദേഹം വളരെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റും ബാക്കി ഒരുപാട് കാര്യങ്ങളിലുള്ള വ്യക്തിയാണ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേർക്ക് സപ്പോർട്ടായിരുന്നു. പലപ്പോഴും കലാരംഗത്തും മറ്റുമൊക്കെ ഒരുപാട് സപ്പോർട്ട് കൊടുത്ത വ്യക്തിയാണ്. ഡീറ്റെയിൽസ് അറിയണം, നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്യരുത്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ആഴമേറിയ ഒരു ഇതിലേക്ക് നമ്മൾ പോകണം. അത് ഒന്ന് മനുഷ്യനായതുകൊണ്ടും രണ്ട് മലയാളി ആയതുകൊണ്ടും. ഏത് മനുഷ്യനോടും നമുക്കൊരു നീതിബോധമുണ്ട്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ മലയാളികൾക്കും അങ്ങനെയുള്ള ഒരു അഭിമാനമാണ്. രണ്ട്, ദൈവത്തെ ഓർത്ത് നമ്മൾ ഈ വെൽത്ത് ക്രിയേറ്റേഴ്സ്, സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും നമ്മുടെ നാട്ടിൽ വേണം. പലപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാകാറില്ല. സമ്പത്ത് ഉണ്ടാക്കുന്നവൻ മോശക്കാരനാണ് എന്ന ധാരണ പണ്ട് നമുക്കുണ്ടായിരുന്നു, ഇന്ന് കുറേയൊക്കെ മാറി വരികയാണ്. അപ്പോൾ ആ സമ്പത്ത് ഉണ്ടാക്കുന്ന വെൽത്ത് ക്രിയേറ്റേഴ്സ്, വെൽത്ത് ജനറേറ്റേഴ്സ് എന്നൊക്കെയാണ് പറയുക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റവും അവരടക്കമുള്ള ഒരു പക്ഷേ അപമാനഭാരം കൊണ്ടായിരിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തിന് 1000 കോടി ഫൈൻ അടിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകില്ല. അപമാന ഭാരമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹം ടാർണിഷ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചായിരിക്കാം. നമ്മുടെ ഏജൻസികൾ, ഞാൻ ഒരു ഏജൻസിയും കുറ്റം പറയുകയല്ല, പക്ഷേ കൺവിക്ഷൻ റേറ്റ് ഒക്കെ പത്തറ്റിക്കലി ലോ ആണ്. ഏതെങ്കിലും ഒരു ഏജൻസിയുടെ പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അടക്കം ലോകസഭയിൽ റിട്ടൺ റെസ്പോൺസായി പറയുന്ന ചില ഏജൻസികളുടെ കൺവിക്ഷൻ റേറ്റ്, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരോ ബിസിനസ്സുകാരോ ഒക്കെ ഇൻവോൾവ് ചെയ്യുന്ന റേറ്റുകൾ വളരെ നെഗ്ലിജിബിളി ലോ ആണ്. 1% താഴെയുള്ള കൺവിക്ഷൻ റേറ്റ് പോലും ഉണ്ട്.